രണ്ട് വലിയ ഫൈനലുകൾ ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മാത്രം നടക്കാൻ പോകുന്ന ഒരു ആവേശത്തിലാണ് ഫുട്ബോൾ ലോകമുള്ളത്. യൂറോയുടെ ഫൈനൽ രാത്രി 12:30 ഇംഗ്ലണ്ടും സ്പെയിനും ഏറ്റുമുട്ടുന്നു. പുലർച്ചെ ആ ഫൈനൽ തീർന്നൊരു 2-2.5 മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ലോകം കാത്തിരിക്കുന്ന അർജന്റീന കൊളംബിയ കോപ്പ അമേരിക്ക ഫൈനലിന് തുടക്കമാവുകയാണ്. നമുക്കറിയാം അർജന്റീനയ്ക്കാണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത്. അതുകൊണ്ട് തന്നെ യൂറോയേക്കാൾ കൂടുതൽ ആവേശത്തോടെ കാത്തിരിക്കുന്നത് കോപ്പ അമേരിക്കയുടെ ഫൈനലിന് വേണ്ടി തന്നെയാകും. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ള, ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്ന മലപ്പുറത്താണ്. ഈ കോപ്പയുടെ ഫൈനൽ ആവേശമൊക്കെ ഒന്ന് കണ്ടറിയാൻ വേണ്ടി മലപ്പുറത്തേക്ക് വന്നതാണ്. രാവിലെ ഈ പുലർച്ചെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ആരാധകരൊക്കെ ഇങ്ങനെ സജീവമായി തന്നെ അർജന്റീനയുടെ കുപ്പായമൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ റെഡിയാണ്. ഇത് വൈകുന്നേരമാകുമ്പോഴേക്കും, അതായത് ഫൈനൽ മത്സരം യൂറോയുടെ ഫൈനൽ തുടങ്ങുന്ന രാത്രി 12 മണി ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നിറച്ചും ആളാകും. ഇത് മാത്രമല്ല വലിയ ബിഗ് സ്ക്രീനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഫൈനലും, യൂറോയുടെയും കോപ്പയുടെയും ഫൈനൽ വലിയ ആവേശമാക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇവിടെ ആരാധകരെല്ലാം ഉള്ളത്. മലപ്പുറം എന്ന് പറയുന്നത് ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്നവരുടെ നാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആവേശ കാഴ്ചകൾക്ക് ഒട്ടും കുറവുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഏതായാലും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാവരും. അർജന്റീനക്കാർ തന്നെയാണ് കൂടുതലും. കൊളംബിയക്കാരെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ എല്ലാവരെയും ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ഇവരോട് ചോദിക്കാം ഈ ഫൈനലിന്റെ ആവേശം എങ്ങനെയാണെന്ന്. ചേട്ടാ, എങ്ങനെ ഉണ്ടാവും കളി? കുഴപ്പം വരൂല. അടിക്കും അർജന്റീന അടിക്കുന്നു. മെസ്സി അടിക്കോ? ഉറപ്പം മെസ്സി ഒരു ഗോൾ അടിക്കും. അപ്പം ഗോൾ അടിച്ച് രാജകീയമായിട്ട് പോകും. യാതൊരു തർക്കവും. കൊളംബിയ പേടിയുണ്ടോ? പേടി ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ല. ഒരുത്തരം പേടിയില്ല, ഒരു ആളും പേടിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ല. എങ്ങനെ ഉണ്ടാവും? മെസ്സി ഗോൾ അടിക്കണമെന്നില്ല. മെസ്സിയുടെ ജേഴ്സി ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടായാൽ മതി, അതിന്റെ മണം അടിച്ചാൽ മതി. മെസ്സിയുടെ പിന്നല്ലാതെ ഒരു വീട്ടിലൊരു കാരണവര് ആരോഗ്യവാനായി വളരെ സ്വേച്ഛായ അയാളെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നമ്മൾ പരിഗണന കൊടുക്കുമല്ലോ. അപ്പൊ ആ ഒരു സ്പിരിറ്റാണ് മെസ്സി. മെസ്സി ഗോൾ അടിക്കുന്ന ബലമാണ്, ടീം സെറ്റാണ്. അപ്പൊ അതാണ് പറഞ്ഞത്. അതായത് മെസ്സി ഗോൾ അടിച്ചില്ലെങ്കിലും വേണ്ടില്ല, മെസ്സി അതിലേക്കൂടെ ഒന്ന് വന്നു പോയാൽ മതി, അത് തന്നെ ഒരു ബലമാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. വലിയ ആത്മവിശ്വാസം. എങ്ങനെ ഉണ്ടാവും കളി? ഒരു സംശയമില്ല, സിമ്പിളായിട്ട് അർജന്റീന ജയിക്കും. നല്ലൊരു മത്സരം തന്നെ. നമ്മൾ കൊളംബിയനെ ചെറുതായിട്ട് കാണുന്നില്ല, കാരണം ഇപ്പോൾ 10-28 കളിയായിട്ട് അവർ തോൽക്കാത്തൊരു നല്ലൊരു ടീമാണ്. പക്ഷെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കൊളംബിയ അങ്ങനെയാണെങ്കിൽ കൂടിയിട്ട് അർജന്റീന 60 കളിയിൽ നിന്ന് ലാസ്റ്റ് 5 വർഷത്തിനിടെ 60 കളിയിൽ നിന്ന് വെറും 2 കളി. അതായത് ഓരോ സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കം എടുത്തുകൊണ്ടാണ് ആരാധകർ നിൽക്കുന്നത്. ചില്ലറ കളിയല്ലേ ഇത്? അല്ല, അത് മനസ്സിലാക്കേണ്ട. കാരണം തോൽവിയിലേക്കാൾ കൂടുതൽ കപ്പടിച്ചൊരു ടീമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ലാസ്റ്റ് നമ്മളിപ്പോൾ വേൾഡ് കപ്പിന് ശേഷം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 18 കളിയിൽ 14 ക്ലീൻ ഷീറ്റാണ്. അങ്ങനെയുള്ള ടീമിനെ സംബന്ധിച്ച് കൊളംബിയ വലിയൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഹാമിഷ് റോഡ്രിഗസിനെ പേടിയുണ്ടോ? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഭയം എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പം ഇല്ല. കുറച്ചു കാലത്തിന് മുന്നേ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനൊക്കെ തന്നെയായിരുന്നു. ഇതിനു മുമ്പുള്ള ഇത്തവണ സ്വസ്ഥമായിട്ട് കളി കാണുന്നല്ലേ ലൈഫിൽ. എൻ്റെ സത്യം പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ട് ഇത്ര റിലാക്സ് ആയിട്ട് അർജന്റീനയുടെ ഒരു ഫൈനൽ അല്ലെങ്കിൽ അർജന്റീന ഒരു കളി ഈ ഒരു ടൂർണമെന്റ് കാണുന്നത്. ഒരു പക്ഷേ ഇത് ലോകത്തുള്ള എല്ലാ അർജന്റീനക്കാരും പറയുന്നതാണ്. ഇത്രയും ശാന്തമായിട്ട് റിലാക്സ് ആയിട്ട് അവർ ഒരു ടൂർണമെന്റും ഒരു ഫൈനലും കണ്ടിട്ടുണ്ടാവില്ല. സാധാരണ എപ്പോഴും ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവും അല്ലേ? നല്ല കളിയാണ്. 86 മുതൽ കാത്തിരിക്കാനാണ്. 86 കപ്പടിച്ചാ പിന്നെ ഇങ്ങോട്ട് നോക്കിയിരിക്കേണ്ടി വന്നു. ഞാൻ നോക്കിയിരുന്നു, കൊറേ കാലം നോക്കിയിരുന്നു. ഇപ്പൊ ഒരു സന്തോഷമുണ്ട്. ശത്രുക്കളൊക്കെ സെമി പോലും കാണാതെ പുറത്തുപോയ സന്തോഷം. ബ്രസീൽ പോയതിന്റെയാണോ? ബ്രസീൽ പോയത് ഭയങ്കര സന്തോഷം. അതോട് പറഞ്ഞ കാര്യമില്ലല്ലോ. ഇവിടെ സാമ്പാർ ഫാൻസ് ആണ്. എനിക്കിട്ടൊക്കെ താങ്ങുന്നുണ്ട് സാമ്പാർ മുന്നണി എന്ന് പറഞ്ഞിട്ട്. ഇത്തോടെ വിളമ്പിയാണോ? അല്ല, ഇവിടെ അങ്ങനെ തന്നെ. അർജന്റീന ഒറ്റക്കും ബാക്കിയുള്ള ഒക്കെ ഹോളണ്ട്, ബ്രസീല്, പോർച്ചുഗലും ഒക്കെ എല്ലാ മുള്ളുമുറുക്കികളും ഉണ്ട്. എല്ലാ മുള്ളുമുറുക്കും മുറുക്കം പാമ്പ് വരെ ഞങ്ങൾ എതിരാളികളാണ്. സെമി കാണാതെ പോയി ചെയ്തു. ഇതവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുട്ടി ആരാധകരൊക്കെ ഉണ്ട്. ആര് ജയിക്കൂ? ആരടിക്കൂ? മെസ്സി. ഇതവിടെ ഇങ്ങോട്ട് കേൾക്കുക. പുറകുന്നൊരു കുട്ടി ആരാ? എന്താ പേര്? ആരടിക്കാത്തവണ? അർജന്റീന അടിക്കൂ ഉറപ്പ്. മെസ്സി ഗോൾ അടിക്കോ? മെസ്സി അടിക്കൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് മലപ്പുറത്തിന് ഒരു വലിയ പ്രത്യേകതയാണ്. കാരണം ഈ തലമുറകൾ വ്യത്യാസമില്ലാതെ കുഞ്ഞു മക്കൾ തൊട്ട് ഏറ്റവും മുതിർന്ന കാരണവന്മാർ വരെ, വലിയ ആളുകൾ വരെ അങ്ങനെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു നാട്. പറയൂ, എന്താണ്? ഒരു 6 വർഷം മുമ്പത്തെ ബ്രസീലിന്റെ ടീം എങ്ങനെയാണോ ആ ടീമാണെന്ന് ഇപ്പൊ അർജന്റീന. ബ്രസീൽ പറഞ്ഞല്ലോ. 6 വർഷത്തെ ഒരു അർജന്റീനയുടെ ടീമാണോ അതാണ് ഇപ്പത്തെ ബ്രസീലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കളിക്കാരെല്ലാരും ഉണ്ട്, പക്ഷെ നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യുന്ന ഒരാളില്ലായിരുന്നു. അതില്ലായിരുന്നു. പക്ഷെ ഇന്ന് അർജന്റീന എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും എല്ലാ പൊസിഷനിലും കളിക്കാനുണ്ട്, കോച്ചും ഉണ്ട്. അതുകൊണ്ട് ആ ടീമിന്റെ ഒത്തണക്കാണെന്ന് ഓരോരോ ട്രോഫികൾ നേടിപ്പോണുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്രസീലിലുള്ള ടെൻഷനും ഇന്ന് അത് തന്നെയാണ്. ഞങ്ങൾക്ക് ബ്രസീൽ പുറം പോയായിട്ട് സങ്കടമൊന്നുമില്ല. കാരണം അവരെ
ഇനി കാലകാലം അവരതാ പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ അർജന്റീന അത്ര ഫോമിൽ കളിക്കാണ്. സമയമാണ് ഇപ്പൊ അർജന്റീനയുടെ സമയമാണ്. അർജന്റീന ടൈമാണ് ഇപ്പോ. ഈ ടീം മറിയാൻ്റെ അവസാന മത്സരമായിരിക്കും. ഗംഭീര വിടവാങ്ങൽ തന്നെയാണ് കോച്ച് പറയുന്നുണ്ട്, പ്ലേയേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അർജന്റീന ആ ഒരു ടീം ലെവലിലായിരിക്കും കളിക്കുക. ഡിമറിയ ലീഗിലെ ടോപ്പ് സ്കോർ ആയിട്ടുള്ള മാർട്ടിനസ്, മെസ്സി ഇവരായിരിക്കും മേലെ കളിക്കുക. അൽവാറസ് ഫോമാണ്. പക്ഷെ എന്താ വെച്ചാൽ മാർട്ടിനസും അപ്പുറത്ത് ടോപ്പ് സ്കോർ 4 ഗോളായിട്ട് ടോപ്പ് സ്കോർ ഇരിക്കണം. രണ്ടുപേരും ഗോൾ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു അതൊന്നും പ്രശ്നമില്ല. ഗോളി പ്രതിരോധം അർജന്റീന കരുത്തറ്റ പ്രതിരോധം നല്ല ഗോളി ഇപ്പോൾ ടീമിലുണ്ട്. അതുപോലെ തന്നെ കൊളംബിയ അത്ര മോശം കളിക്കാരൊന്നല്ല ഉള്ളത്. ഡയസും റോഡ്രിഗസും ഒക്കെ അടിപൊളി മികച്ച ഫോമാണ്. ഏറ്റവും നല്ല ഫോമിൽ നിൽക്കുന്ന ഏറ്റവും മികച്ച ഫോമിലാണ് ഇപ്പോൾ കൊളംബിയ നിൽക്കുന്നത്. കൊളംബിയ തോൽപ്പിക്കുക ടഫ് ഗെയിം തന്നെയാണ്. അവരും ടഫ് ഗെയിമിന്റെ ആൾക്കാരാണ്. റഫ് ആൻഡ് ടഫ് ആണ്. അതെ, റെഡ് കാർഡ് മഞ്ഞ കാർഡ് ഏറ്റവും കൂടുതൽ, അതെ റെഡ് കാർഡ് യെല്ലോ കാർഡ് ഏറ്റവും കൂടുതൽ കിട്ടിയ ടീമാണ് കൊളംബിയ. അവരേറ്റവും കളിക്കുന്ന പ്ലേയിങ് കൊപ്പ അമേരിക്കയിൽ ഒരുപാട് വട്ടം കളിച്ചൊരു പരിചയം അർജന്റീനക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും ആ കളിമക്ക് ഞങ്ങൾ പുറത്തെടുക്കും, കപ്പടി, ഒരു സംശയം വേണ്ട. പ്രതിരോധയും ഗോളും സൂപ്പറാണ്. അതുപോലെ തന്നെ ഫോർവേഡും അതിന്റെ ഏറ്റവും ടോപ്പ് മെസ്സി ഉണ്ടല്ലോ. മെസ്സി ഒന്നും പറയാനില്ല. അപ്പൊ എങ്ങനെയുണ്ട് എങ്ങനെ കളി എന്തായാലും നമ്മൾ ജയിക്കില്ല. അതിൽ കുറഞ്ഞൊരു പരിപാടി നമ്മൾ കാണുന്നില്ല. വേൾഡ് കപ്പിൽ നമ്മളെ സൗദിനായിട്ട് തോറ്റോടുകൂടി ഞങ്ങളെ കേടുണ്ടായിരുന്നല്ലോ, അത് തീർന്നു പോകുന്നു. വേൾഡ് കപ്പിൽ അർജന്റീന കപ്പടിക്കുന്ന നേരിട്ടുണ്ടോ അവിടെ? ഞാനും കണ്ടാണ്. അന്ന് നിങ്ങൾക്ക് നമ്മളെ പോസിങ് ഇല്ല പറയും, ഒരു ഗോൾ അടിച്ചാൽ നമ്മളെ മുഖത്തേക്ക് പോസ് സമ്മർദ്ദങ്ങളില്ലാതെ ഒരു ടെൻഷൻ ഇല്ല, ആർക്കും ഇല്ല. ഒരു 3-4 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ കളിക്കുന്ന 5ാമത്തെ 6ാമത്തെ ഫൈനലാണ്. അതിന്റെ പ്രത്യേകത വെച്ചാൽ ഈ കപ്പിൽ ഞങ്ങൾക്ക് വേൾഡ് കപ്പ് കിട്ടിയതിനു ശേഷം കളിക്കുന്ന ആദ്യത്തെ ഫൈനലാണ്. കളിക്കാർക്ക് ടെൻഷനേ ഇല്ല, കളിക്കാർക്കും ഇല്ല. മറ്റേത് കളിക്കാർക്ക് ഒരു കപ്പ് എന്ന നിലയിൽ ഭയങ്കര വേൾഡ് കപ്പിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു വേൾഡ് കപ്പ് അർജന്റീന കിട്ടാൻ വേണ്ടി ഉള്ള ടെൻഷനും പൊതുവെ മെസ്സിയിൽ കാണാൻ പല കളിക്കാരിലും നമുക്ക് ആ ടെൻഷനും സമ്മർദ്ദം കാണുന്നു. പക്ഷെ ഇപ്പൊ അത് ഒരിക്കലും തന്നെ വരുന്നില്ല, ആ അത്തരം ടെൻഷനുകളൊന്നുമില്ല. മെസ്സിക്കൊരു കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സിയെ ഏറ്റവും കൂടുതൽ അപമാനിച്ച ആളുകളാണ് ബ്രസീൽ ആരാധകർ ഉൾപ്പെടെയുള്ള അർജന്റീനൻ വിരുദ്ധര്. ഞാൻ അവമാനിച്ചിട്ടില്ല. ബ്രസീൽ ടീം നമ്മളെ കണ്ടമാന ട്രോളും കാര്യങ്ങളൊക്കെ അപമാനിച്ചിട്ടുണ്ട്. അതൊന്നും ഈ അപമാനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപമാനം ഞങ്ങൾ ഏറ്റവും നല്ല ടീമുമായി വന്നിട്ട്, ഞങ്ങൾ ഏറ്റവും നല്ല കളിക്കാരായിട്ട് വന്നിട്ട് ഞങ്ങൾ കപ്പ് കിട്ടാതെ പോയ കാലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും ഫോമിലേക്ക് പോലും ഇപ്പോഴുള്ള ബ്രസീൽ ടീം എത്തുന്നില്ല. ബ്രസീൽ ഒരു വളരെ മോശം ഫോമിലാണ്. അതായത് വലിയ പ്രതിപക്ഷ ബഹുമാനത്തോടെ കേട്ടോ സംസാരിക്കുന്നത്. ബ്രസീൽ കൂടി നല്ല രീതിയിൽ വന്നാലാണ് കളി കുറച്ചുകൂടി രസമാവുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് പങ്കുവെക്കുന്നത്. ബ്രസീൽ ആരാധകരെ കളിയാക്കണതല്ല അവര്. കാരണം ഈ വലിയ ആരാധക കൂട്ടായ്മകളിൽ ബ്രസീലിന്റെ ഒരു ആരാധകനായി ഞാൻ മാത്രം ഒറ്റയ്ക്ക് നിന്നിട്ട് അവർ എന്നോട് ഏറെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ കോപ്പ അവരെ മുറ്റത്തു നിന്നാണ് എടുത്തുകൊടുക്കുന്നത്. ബ്രസീലിന്റെ പൊന്താണ് അവർ പോയില് നമുക്ക് സങ്കടമുണ്ട്. ഉണ്ടായിരുന്നെ കുറച്ച് ഉഷാറാവുമായിരുന്നു. മഞ്ഞകള് അങ്ങക്ക് എതിരാളികളായിട്ട് വരുമ്പോൾ അതിന്റെ ഇതിന്റെ പ്രശ്നം എന്താ പറയുക, ഇനി വരുന്ന തലമുറ സ്വാഭാവികമായിട്ടും ബ്രസീൽ ആരാധകരെ ജനിക്കൂല, അർജന്റീന ആരാധകരും. ഞങ്ങൾക്ക് അർജന്റീന ആരാധകർ മാത്രം വേണ്ട, ഫുട്ബോളിന് വേണം. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആരാധകരാണ്. ബ്രസീൽ ആരാധകർ സൃഷ്ടിച്ചത് അവരെ വേൾഡ് കപ്പിലൂടെ തന്നെ കൂടുതൽ ആളുകളെ അവർ സൃഷ്ടിച്ചത്. ഇപ്പൊ അർജന്റീനൻ ആരാധകരിലേക്ക് ഇപ്പോഴത്തെ തലമുറ വന്നുകൊണ്ടിരും. അതല്ല വേണ്ടത്, കളിയെ സ്നേഹിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരണം. അയ്യോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാട്ടോ. അത് ഇത്രയധികം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നാട്ടിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കാം. ഈ പറയുന്ന ടീം ഫൈറ്റും ഫാൻ ഫൈറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കളിയെ സ്നേഹിക്കുന്ന ഒരു വലിയ തലമുറ വരണമെന്നൊരു വലിയ സന്ദേശം നമ്മളോട് പറയുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാധകരുടെ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് ഈ കളിയാണ്, ഈ പന്താണ് ജീവൻ എന്ന് പറഞ്ഞു വെക്കുന്ന വലിയൊരു സന്തോഷം നിങ്ങളോട് സംസാരിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം കൂടി കേട്ടോ, യൂറോ നടക്കുന്നുണ്ടല്ലോ, യൂറോയിൽ എന്താ സ്ഥിതി? യൂറോ സ്പെയിൻ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് എല്ലാ കുറേയും നല്ല ടീമേ കാരണം ഏറ്റവും മികച്ച ടീമായിട്ട് വന്നിട്ട് അതിനുള്ള റിസൾട്ട് അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ ഇപ്രാവശ്യം അവരെ സംബന്ധിച്ച് കുറച്ച് ഭാഗ്യമുണ്ട്. ആ റിസൾട്ട് നമ്മൾ കാണുന്നുണ്ട്. തപ്പി തടഞ്ഞാൽ പക്ഷെ ഫസ്റ്റ് എല്ലാ കളിക്കും അവർ ഫസ്റ്റ് ഗോൾ കൊള്ളുന്നുണ്ട്. പക്ഷെ അത് എന്നിട്ട് അവർ തളരാതെ തിരിച്ചടിക്കുന്നു. നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ബ്രസീൽ ആരാധന കേട്ടോ വന്നിട്ടുണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു ഞാൻ ബ്രസീൽ ആരാധന അത് ഇത്ര ആളുകളുടെ മുന്നിൽ മൂപ്പര് വരുന്ന മൂപ്പര് അർജന്റീനയാണെന്നാണ്. പക്ഷെ ഇവര് പറയുന്നത് പേടിച്ചിട്ട് കാല് പറയുന്നതാണ്. ബ്രസീലിന് കിട്ടുന്ന ഫൈനലില്, പക്ഷെ ഇപ്രാവശ്യം ബ്രസീലിന് കിട്ടിയില്ല. ബ്രസീലിന് കിട്ടുന്നതിന് ഫൈനലില് അല്ലല്ല, ഞാൻ ബ്രസീലല്ല കേട്ടോ.
പുള്ളി ബ്രസീൽ അല്ല എന്നാണ് പറയുന്നത്. അർജന്റീന ഫാൻസിന്റെ പിന്നെ മെമ്പർഷിപ്പ് ഇന്ന് മുതൽ കൊടുക്കും. അപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ ബ്രസീലിലായിരുന്നു, കഴിഞ്ഞ ദിവസം വരെ. ഇപ്പൊ ഇന്ന് പുള്ളി ജന്മം ചെയ്താൽ സമ്മതിക്കുന്നില്ല. ഏതായാലും ഒരു മനോഹരമായ രസകരമായ കാഴ്ച തന്നെയായിരുന്നു. പ്രിയ, ഇതൊക്കെയാണ്. അപ്പോൾ യൂറോയിൽ സ്പെയിൻ ജയിക്കും എന്നാണ് പറയുന്നത്. രണ്ടൊക്കെ സാധ്യതയുണ്ട്. ഞാനത് പറഞ്ഞത് സ്പെയിൻ ജയിക്കാൻ നല്ല ടീമാണ്. സ്പെയിനിൽ ഈ പറഞ്ഞൊരു വലിയൊരു തലമുറ മാറ്റം സംഭവിച്ചിട്ട് പുതിയൊരു നിര വന്നത്. ആ യമലൊക്കെ എന്ത് കളിയാണ് കളിക്കുന്നത്? 16 വയസ്സായിട്ട് അതെ അതെ, ഇന്നലെ 17ആയി. 17 ബർത്ത്ഡേ 17 വയസ്സ്. അതായത് നമ്മുടെ ഇവിടെ ആണെങ്കിൽ പ്ലസ് ടു പരീക്ഷ എഴുതുന്ന സമയമാണ്. മേലെ 17 വയസ്സാളും സ്റ്റോപ്പറിൽ 38 വയസ്സാളും കളിക്കുന്നത്. നല്ല പക്വതയാണ്. പിന്നെ നവാസ്, പിന്നെ അൽവാരോ ഉണ്ട്, മൊറാട്ടോ. അപ്പോൾ ആ രീതിയിലാണ് യൂറോയിൽ സ്പെയിന് സാധ്യത ഇവർ പറയുമ്പോൾ, മറുവശത്ത് സംശയിക്കാനൊന്നുമില്ല. അർജന്റീനയ്ക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല. കൊളംബിയ ചിത്രത്തിൽ പോലും കാണുന്നില്ല. പക്ഷേ എങ്കിൽ പോലും കൊളംബിയ സൂക്ഷിക്കണം എന്നും അവർ പറഞ്ഞു വെക്കുന്നത്. ആ പ്രതിപക്ഷ ബഹുമാനമാണ് ആ മറ്റു ടീം. 4-1 ജയിക്കും. 4-1 അത് മെസ്സി എത്ര അടിക്കും? 2 ഗോൾ അടിക്കും. 2 ഗോള്. നാളെ മെസ്സിന്റെ ഡേ ആണ്, കാത്തിരുന്ന ഡേ ആണ്. അത് ക്രിക്കറ്റിൽ മറ്റേ രോഹിത് പറഞ്ഞില്ലേ, വിരാട് കോഹ്ലിന്റെ ദിവസമാണ്. അത് മാറിയൊക്കെയാണ് നാളെ അർജന്റീനത് മെസ്സിന്റെ ഡേ. അപ്പോൾ നാളെ മെസ്സിന്റെ ദിവസമായിരിക്കും എന്ന വലിയ സന്തോഷത്തിൽ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരവും നാളെയും ഒക്കെ ഈ ആരാധക കൂട്ടായ്മയുടെ നടുവിൽ ഞങ്ങളുണ്ടാകും ഈ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് പങ്കുവെക്കാനായി. പ്രിയ, വലിയ ആവേശം തന്നെ കാണുന്നുണ്ട്. വൈകുന്നേരം ബിഗ് സ്ക്രീൻ വെക്കുന്ന സമയത്ത് ഇത് അതിന്റെ ഇരട്ടിയാകും, ആളുകളെല്ലാം ഉണ്ടാകും. ഞങ്ങള് മാസ് ക്ലബിന്റെ കീഴില്, കോണാമ്പാറ മാസ് ക്ലബിന്റെ കീഴില് വർഷങ്ങളായിട്ട് ബിഗ് സ്ക്രീൻ വെക്കുന്നതാണ്. നമ്മൾ ഇപ്രാവശ്യം ഇനി പകല് കളി വരുന്ന പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഇതുപോലെ പുറത്ത് തന്നെയാണ് വെക്കല്. പക്ഷേ ഇപ്രാവശ്യം പകല് കളി വരുന്നതുകൊണ്ട് ടൈം ഒരു പ്രശ്നമല്ലേ? ഇൻഡോറിൽ, കാരണം ഈ സമയമാകുമ്പോൾ നമുക്ക് ഇന്നിവിടെ വെച്ചുകൊണ്ട് ഒന്ന് മൊത്തത്തിൽ മറിച്ചിട്ട് ഫൈനലിന് വേണ്ടിയുള്ള ഗംഭീര ഒരുക്കങ്ങളാണ്. അപ്പോൾ രാത്രി നല്ല ആളുണ്ടാവും. നാളെ പുലർച്ചെ നമ്മൾ ഇതേ സമയത്ത് സംസാരിക്കുമ്പോൾ കപ്പടിച്ച് നിൽക്കുകയായിരിക്കും അർജന്റീന എന്ന വലിയ സന്തോഷമാണ്.